വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ രാജാ ഔർ വിദ്രോഹി എന്ന നാടകത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അധികാരത്തിന്റെ അഹങ്കാരത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധവും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവും ഈ പാഠം അവതരിപ്പിക്കുന്നു. അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഭരണത്തിനെതിരെ ജനശക്തിയുടെ പ്രാധാന്യവും ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഈ ചാപ്റ്റർ വളരെ വലുതും എന്നാൽ വളരെ ഇമ്പോർട്ടന്റുമാണ്. പ്രത്യേകിച്ച് രാജാവിന്റെ ചരിത്ര ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച് അതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 1 മാർക്കും 2 മാർക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലായതിനാൽ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി പഠിക്കണം. വളരെ സിമ്പിൾ ആയി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സെ ബലവാൻ രാജാ ബനേഗ. ഏറ്റവും ശക്തിയുള്ളവൻ, ഏറ്റവും ബലമുള്ളവനാണ് രാജാവാകുന്നത്. ഇസ് വിചാർ സെ ആപ് കഹാം തക് സഹമത് ഹെ. ഈ പ്രസ്താവനയോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? ആൻസർ നോക്കാം. മേം സഹമത്ത് നഹി ഹെ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സിർഫ് ബലവാൻ ഹോനേസെ രാജാ നഹീം ബൻത. ശക്തനായത് കൊണ്ട് മാത്രം രാജാവാകാൻ കഴിയില്ല. ഞാൻ തഥാ പ്രജാക്കെ പ്രതി പ്യാർ ഭി ഹോനാ ചാഹിയേ. ഞാൻ അറിവ്, അറിവും അതുപോലെ പ്രജകളോട് സ്നേഹവും ഉണ്ടായിരിക്കണം. ജനതാ കി ബലായി കർണേ വാലാ ഹി സച്ചാ ഔർ യോഗ്യ രാജാ ഹോത്താ ഹെ. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാണ് യാഥാർത്ഥ്യവും യോഗ്യനുമായ ഒരു രാജാവാകൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വളരെ വലുതാണെങ്കിലും ആൻസർ വളരെ ചെറുതാണ്. സിമ്പിൾ ആയി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. യഹ് സിർഫ് ഗേൽ ഹേ രാജൻ രാജൻ ക രാജാ ബനിനെ മേ ഹർജ് ക്യാ ഹേ. बाद में तुम्हारी भी राजा बनने की बारी आएगी. इस कथन से बच्चों के गेल की कौन सी विशेषता प्रकट होती है? യഹ് സിർഫ് ഗേൽ ഹേ. ഇതൊരു കളി മാത്രമാണ്. രാജൻ കെ രാജാ ബനിനെ മേ ഹർജ് ക്യാ ഹേ. രാജൻ രാജാവാകുന്നതിൽ എന്താണ് തെറ്റ്? ബാദ് മേം തുമാരെ ബി രാജാ ബന്നെ കി ബാരി ആയെങ്കി. പിന്നീട് നിങ്ങളുടെ ഊഴമായിരിക്കും. ഇസ് കഥൻ സെ ബച്ചോം കെ ഗേൽ കി കോൻ സി വിശേഷത പ്രകട ഹോത്തി ഹേ. ഈ പ്രസ്താവനയിൽ നിന്ന് കുട്ടികളുടെ കളിയുടെ എന്ത് വിശേഷതയാണ്, എന്ത് പ്രത്യേകതയാണ് ഇവിടെ വെളിപ്പെടുന്നത്? ഇതൊരു കളി മാത്രമാണ്. രാജൻ രാജാവാകുന്നതിൽ എന്താണ് തെറ്റ്? പിന്നീട് നിങ്ങളുടെ ഊഴം വന്നെത്തും. കുട്ടികളുടെ കളിയുടെ എന്ത് സ്വഭാവമാണ് ഈ പ്രസ്താവനയിലൂടെ വെളിപ്പെടുന്നത്? ആൻസർ നോക്കാം. ഹർ പാത്ര കി ഭൂമിക കർണേ കാ മൗക ഹർ ബച്ചേ കോ മിൽത്താ ഹേ. ഓരോ കുട്ടിക്കും ഓരോ കഥാപാത്രത്തിന്റെ വേഷം അവതരിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. യഹ് ബോലെ ബാലെ ബച്ചോം കാ ഗേൽ ഹേ. ഇത് നിഷ്കളങ്കരായ കുട്ടികളുടെ കളിയാണ്. ഇസ് ഗെയിൽ മേം ഹർ ബച്ച രാജാ ബന്ന ചാഹ്താ ഹേ. ഈ കളിയിൽ എല്ലാ കുട്ടികളും രാജാവാകാനാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹം കിസി സെ ഡർത്തെ നഹീം. ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല. ലേക്കിൻ ഹം മഹാരാജ സെ ലഡ്നാ നഹീം ചാഹത്തെ. പക്ഷെ ഞങ്ങൾ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. യഹാം ജനതാക്കെ കിസ് മനോഭാവ് കാ പരിചയ മിൽത്താ ഹേ. ജനങ്ങളുടെ എന്ത് വികാരമാണ് ഇവിടെ വെളിപ്പെടുന്നത്? ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല. ഞങ്ങൾ മഹാരാജാവിനോടും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജനങ്ങളുടെ എന്ത് വികാരമാണ് വെളിപ്പെടുന്നത്? ആൻസർ നോക്കാം. യഹാം ജനതാക്കെ ബഹാദുരി തഥാ രാജാക്കെ പ്രതി സമ്മാൻ പ്രകട ഹോത്താ ഹേ. ഇവിടെ ജനങ്ങളുടെ ധീരത, ബഹാദുരി എന്ന് വെച്ചാൽ ധീരതയും രാജാവിനോടുള്ള റെസ്പെക്റ്റുമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യാനി കി ലഡായി കെ ആനന്ദ് ഔർ ഉല്ലാസ് സെ തും ലോഗ് മുझे അലഗ് കർണ ചാഹത്തെ ഹോ. അപ്പോൾ യുദ്ധത്തിന്റെ സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ എന്നെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലഡായി സെ ആനന്ദ് ഔർ ഉല്ലാസ് കാ അനുഭവ് കർണേ വാല രാജാ പർ ആപ്കാ വിചാർ ക്യാ ഹേ. യുദ്ധത്തിന്റെ ആനന്ദവും ഉല്ലാസവും അനുഭവിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണോ? അല്ല അല്ലെ. രാജാവ് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, ജനങ്ങളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ആൻസർ നോക്കാം. ഇസ്സേ പതാ ഹോത്താ ഹേ കി വഹ് ഏക് അച്ഛാ രാജാ നഹീം ഹേ. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു നല്ല രാജാവല്ല. ഉസ്കെ പാസ് ന്യായ് കെ ലിയെ കോയി സ്ഥാൻ നഹീം ഹേ. അദ്ദേഹത്തിന്റെ അടുത്ത് നീതിക്ക് ന്യായത്തിന് യാതൊരു സ്ഥാനവുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനതാ കി ഭീഡ് മേ മിൽ ജാന ഇസ്കാ മത്ലബ് ക്യാ ഹേ. ഭീഡ് തിരക്ക്, ജനതാ കി ഭീഡ് ജനങ്ങളുടെ ആൾക്കൂട്ടവുമായി ഇടപഴകുക എന്നതിന്റെ ഉദ്ദേശം എന്താണ്, എന്നതിന്റെ അർത്ഥം എന്താണ്? ആൻസർ, സാധാരണ ജനതാ കെ സാത്ത് സാധാരണ ജനതാ ജൈസ ജീന. സാധാരണ ആളുകളുടെ കൂടെ സാധാരണക്കാരെ പോലെ ജീവിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലഡായി കെ ബിനാ ഹി രാജാനെ അപ്പന അധികാർ ജനതാക്കോ സൗംപ് ദിയ. യുദ്ധമൊന്നും ചെയ്യാതെ, പോരാട്ടമൊന്നുമില്ലാതെ രാജാവ് തന്റെ അധികാരം ജനങ്ങളെ ഏൽപ്പിച്ചു. സൗംപ് ദിയ കൈമാറി ഏൽപ്പിച്ചു. യഹ് കൈസെ സംഭവ് ഹോ ഗയ. ഇതെങ്ങനെയാണ് സാധിച്ചത്?
ഒരു പോരാട്ടവും ഇല്ലാതെ രാജാവ് തന്റെ അധികാരം ജനങ്ങൾക്ക് കൈമാറി. ഇതെങ്ങനെയാണ് സാധ്യമായത്? ആൻസർ നോക്കാം. രാജാനെ അപ്പന അധികാർ ഗോദിയ. രാജാവിന് തന്റെ അധികാരം നഷ്ടപ്പെട്ടു. ഉനെ അപ്പനി ഗലത്തി സമച്ചാകി. അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലായി. ഇസ്ലിയെ ലഡായി നഹീം ഹുയി. അതിനാൽ യാതൊരു പോരാട്ടവും ഉണ്ടായില്ല. ഉനോനെ അപ്പന അധികാർ ജനത കോ ദേ ദിയ. അദ്ദേഹം തന്റെ അധികാരം ജനങ്ങൾക്ക് കൈമാറി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് സംബന്ധ് പഹിച്ചാനേം ഔർ മിലാൻ കർക്കെ ലിഖേം. ഓരോന്നും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ക്യാ കഹ എന്താണ് പറഞ്ഞത്, കിസ്നെ കഹ ആരാണ് പറഞ്ഞത്, ഇസ്സെ ക്യാ സമച്ച ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശരിയാണോ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് രാജാക്കി ഇച്ഛാക്കെ സാമിനെ ഹമേം സിർ ചുക്കിന പടേങ്ക. രാജാവിന്റെ ആഗ്രഹത്തിന് മുന്നിൽ നമ്മൾ തല കുനിക്കേണ്ടി വരും എന്നത് ആരാണ് പറഞ്ഞത്? ന്യായാധീഷ്, ജഡ്ജിയാണ് പറഞ്ഞത്. അത് പറയാനുള്ള കാരണം അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? അധികാരിക്ക് പ്രതി വഫാദാരി, അധികാരത്തോടുള്ള വിശ്വസ്തതയാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലഡായിക്ക് ആനന്ദ് ഔർ ഉല്ലാസെ തും ലോക് മുച്ചെ അലഗ് കർണ ചാഹത്തെ ഹോ. യുദ്ധത്തിന്റെ ആനന്ദത്തിൽ നിന്നും ഉല്ലാസത്തിൽ നിന്നും നിങ്ങൾ എന്നെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നു. ആരാണ് പറഞ്ഞത്? രാജാവാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? യുദ്ധമേമ്പി ആനന്ദ് കാ അനുഭവ് കർണേ വാല ശാസക് മൻ. യുദ്ധത്തിൽ പോലും സന്തോഷം അനുഭവിക്കുന്ന ഒരു ഭരണ മനസ്സ് അല്ലെ, അതുകൊണ്ടാണ് രാജാവ് അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് अगर आप न्यायाधीश का कर्तव्य पालन नहीं कर सकते तो फिर आपका कोई फैसला हम नहीं मानेगा. ഒരു ജഡ്ജിയുടെ കടമകൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ യാതൊരു തീരുമാനവും തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല. തീരുമാനം അതാരാ പറഞ്ഞത്? ജനത, പൊതുജനങ്ങളാണ് പറഞ്ഞത്. ന്യായ് ദിലാനെ മേം അസമർത്ഥ വ്യവസ്ഥക്കോ ചുനൗത്തി. എന്താണ്? നീതി നൽകാൻ, ന്യായം നൽകാൻ കഴിവില്ലാത്തൊരവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ചുനൗത്തി, വെല്ലുവിളി. നെക്സ്റ്റ് മഗർ രാജാ ബനനെ കെ ബാദ് തോ മഹാരാജ് ഏക് ബാർ ഭി ഹമാരെ ഘർ കെ സാമനെ സെ നഹീ ഗുസരെ ഹെ. മഹാരാജാവ് ഒരിക്കൽ പോലും രാജാവായതിനു ശേഷം ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കടന്നു പോയിട്ടില്ല. രാജാബനിനേക്ക് ബാദ്, രാജാവായതിനു ശേഷം മഹാരാജ് എക്ക് ബാർബി, ഒരു തവണ പോലും ഹമാരെ ഗർക്കെ സാമിന്, ഞങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ നെഹീം ഗുസരേഹെ, കടന്നു പോയിട്ടില്ല. ആരാണ് പറഞ്ഞത്? ഹേമനാണ് പറഞ്ഞത്. ശാസൻ കെ പ്രതി ജനതാക്കി ആലോചന. സർക്കാരിനെതിരെ പരസ്യ വിമർശനമായിട്ടാണ് ഹേമൻ അങ്ങനെ പറഞ്ഞത്. ഭരണത്തെ പരസ്യമായി വിമർശിക്കുകയാണ്. നെക്സ്റ്റ് ആജ്ഞാ ദീജിയെ മഹാരാജ്. ദയവായി അനുവാദം തരൂ മഹാരാജാവേ. മേരെ ലിയെ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. എനിക്ക് നിങ്ങളുടെ ആഗ്രഹമാണ് എല്ലാം. ആപ്കി ഇച്ഛാ ഹി, നിങ്ങളുടെ ആഗ്രഹമാണ്, സബ് കുച്ച് എല്ലാം. ആരാണ് പറഞ്ഞത്? സേനാപതി, കമാൻഡർ ആണ് പറഞ്ഞത്. ആദേശം ക അന്ത അനുകരൺ. ഉത്തരവുകളുടെ അന്ധമായ അനുകരണം. രാജാവിന്റെ ഉത്തരവുകളെ അന്ധമായി അനുകരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. രേഖാങ്കിത് പദബന്ധ് പെർ ധ്യാൻ ദേം. പദബന്ധം കാ അർത്ഥ പഹചാനേ. അടിവരയിട്ട പദബന്ധിന്റെ അർത്ഥം മനസ്സിലാക്കുക. അത് ശ്രദ്ധിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ന്യായാധീഷ് രാജചാരൺ കി ചാപ്പലൂസി സുൻ സുൻകർ ജനതാക്കെ താൻ ചഞ്ചനാ രഹേ ഹേ. രാജചാരൺ കി ചാപ്പലൂസി, രാജചാരന്മാരുടെ മുഖസ്തുതികൾ, സുൻ സുൻകർ കേട്ട് കേട്ട്, ജനതാക്കെ കാൻ ചഞ്ചനാരേഹെ, ജനങ്ങളുടെ ചെവി പൊട്ടിപ്പൊളിയുന്ന പോലെ തോന്നുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാർ ബാർ ഏക് ഹി ബാത്ത് സുൻകർ പരേഷാൻ യാ തങ്ക് ഹോ ജാന. വീണ്ടും വീണ്ടും ഒരേ കാര്യം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക, അസ്വസ്ഥയാവുക എന്നതാണ്. അപ്പൊ പരേഷാൻ ഹോന എന്നോ തങ്ക് ഹോ ജാന എന്നൊക്കെ കൊടുക്കാം. ആക്ടിവിറ്റി നോക്കാം. യഹ് സംവാദ് പഠേം ഔർ ചൂട്ടെ പർസർഗ് പഹചാനേം. ഈ സംവാദം വായിക്കുക എന്ന് വിട്ടുപോയ പർസർഗം മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ന്യായാധീഷ് രാജചാരൺ ചാപ്പലൂസി സുൻ സുൻകർ ജനതാക്കെ കാൻ ചെൻചനാ രഹേ ഹൈ. നെക്സ്റ്റ് രാജ മുझे പതാ ഹെ നമുക്ക് ഗുൺ വഹ് ഗായേഗാ ഹി. ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ന്യായാധീഷ് രാജചാരൺ കഴിഞ്ഞിട്ട് ഇവിടെ കീ ആഡ് ചെയ്യാനുണ്ട്. രാജചാരൺ കി ചാപ്പലൂസി സുൻ സുൻകർ ജനതാക്കെ കാൻ ചഞ്ചനാ രഹേ ഹൈ. നെക്സ്റ്റ് രാജ മുझे പതാ ഹെ നമുക്ക് കഴിഞ്ഞിട്ട് കാ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് കാ ഗുൺ വഹ് ഗായേഗാ ഹി. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്.
നെക്സ്റ്റ് ആക്ടിവിറ്റി കോഷ്ടക സെ ഉചിത് പർസർഗ് ചുൻകർ റിക്ത് സ്ഥാൻ വരെ. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പർസർഗ് ആഡ് ചെയ്ത് വിട്ട ഭാഗം വിട്ട ഭാഗം വരെ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രാക്കറ്റിൽ കാ കെ കീ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നാടക ഡാഷ് പാത്ര മഞ്ച് പർ ആത്തെ ഹെ. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? കഥാപാത്രം എന്ന് വെച്ചാൽ പാത്ര ബഹുവചനമാണ്, പുല്ലിംഗ ബഹുവചനമാണ്. ഇവിടെ പാത്ര എന്നത് പുല്ലിംഗ ബഹുവചനമാണ് ഈ വേർഡ്. അതുകൊണ്ടാണ് ഇവിടെ ആത്തേഹൈം എന്ന് വന്നത്. ആത്തേഹൈം എന്ന് വന്നത്. അതുകൊണ്ട് ഇവിടെ കെ ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് രാജ ഡാഷ് വേഷഭൂഷ സുന്ദർദി. രാജാവിന്റെ വസ്ത്രവിധാനം ഭംഗിയുള്ളതായിരുന്നു. വേഷഭൂഷ എന്നത് സ്ത്രീലിംഗ വാക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ തീ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇവിടെ കീ ആണ് വരേണ്ടത്. നെക്സ്റ്റ് ബച്ചോം ഡാഷ് നാടക ജോഷിയിലാധ. നാടക എന്നത് പുല്ലിംഗമാണ്, പുല്ലിംഗ ഏകവചനമാണ്. അതുകൊണ്ട് ധ വന്നു. അതുകൊണ്ട് ഇവിടെ കായാണ് വരേണ്ടത്. ബച്ചോം കാ നാടക ജോഷിയിലാധ. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. नाटक के पात्र मंच पर आते हैं, राजा की वेशभूषा सुंदर थी, बच्चों का नाटक जोशीला था. ആക്ടിവിറ്റി വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ ടിപ്പണി ലിഖേം എന്നാണ്. രാജാവ് വിദ്രോഹി നാടക രാജ ആപ്പുകോ കൈസേ ലഗ. രാജാവ് വിദ്രോഹി എന്ന നാടകത്തിലെ രാജാവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? രാജാക്കി ചരിത്രഗത വിശേഷതാവും കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേം. രാജാവിന്റെ സ്വഭാവ സവിശേഷതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരു ശീർഷകം കൊടുക്കണം. അത് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ രാജ എന്നാണ് കൊടുത്തിട്ടുള്ളത്. രാജ എന്നോ രാജാക്ക ടിപ്പണി എന്നോ ഒക്കെ കൊടുക്കാം. നോക്കാം. രാജാവ് വിദ്രോഹി നാടക രാജ ഗമണ്ഡി ഹേ. രാജാവ് വിദ്രോഹി എന്ന നാടകത്തിലെ രാജാവ് ഗമണ്ഡി അഹങ്കാരിയാണ്. നാടകത്തെ ആരംഭമേം ഹി വഹ് കഹ്താ ഹേ. നാടകത്തിന്റെ തുടക്കത്തിൽ തന്നെ അവൻ പറയുകയാണ് വഹ് രാജാ ഹേ. അവൻ രാജാവാണ്. ഔർ സബ്സെ ബഡാ ഹേ. എല്ലാരെക്കാളും വലിയവനാണ്. ഇസ്ലിയെ അതുകൊണ്ട് സബി കോ ഉസ്കാ ആദർ കർനാ ചാഹിയെ. എല്ലാവരും അവനെ ആദരിക്കണം, റെസ്പെക്ട് ചെയ്യണം. വഹ് സൈനികോം ഔർ സേനാപതി കോ നിയുക്ത് കർത്താ ഹേ. അവൻ സൈനികന്മാരെയും സേനാപതിയെയും നിയമിക്കുന്നു. നിയുക്ത് കർത്താ ഹേ, നിയമിക്കുന്നു. ഹേം ഇസ് നാടക വിരോധി പാത്ര ഹേ. ഹേമനാണ് ഈ നാടകത്തിലെ വിരോധി കഥാപാത്രം, വിമത കഥാപാത്രം. രാജാവിനെ എതിർക്കുന്ന കഥാപാത്രമാണ് വിരോധി കഥാപാത്രം. രാജാ ഉസ്കെ വിരുദ്ധ ലഡായി കർനെ കെ ലിയെ അപ്പനെ സൈനികോം ഔർ സേനാപതി കോ ആദേശ് ദേത്താ ഹേ. രാജാവ് ഹേമനെതിരെ ഉസ്കെ വിരുദ്ധ അവനെതിരായിട്ട് ലഡായി കർനെ കെ ലിയെ യുദ്ധം ചെയ്യാൻ വേണ്ടി അപ്പനെ സൈനികോം ഔർ സേനാപതിക്കോ തന്റെ സൈനികന്മാരെയും സേനാപതിക്കും ആദേശ് ദേത്താ ഹേ ഉത്തരവിടുന്നു. ലേക്കിൻ പക്ഷേ ലഡായി സെ പഹലെ ഹി യുദ്ധത്തിന് മുൻപ് തന്നെ വഹ് ഹാർ ജാത്താ ഹെ. അവർ പരാജയപ്പെടുന്നു. അവർ ഏക് അപരാധി സാബിത് ഹോത്താ ഹെ. ഒരു കുറ്റവാളിയാണെന്ന് തെളിയുകയും ചെയ്യുന്നു. അപരാധി കുറ്റവാളി സാബിത്ത് ഹോത്താ ഹെ തെളിയുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ഉസെ അപ്പന രാജമുകുട് ഉധർന പടുത്താ ഹെ. അവന് തന്റെ രാജകിരീടം അഴിക്കേണ്ടി വരുന്നു. അന്ത്മേ വഹ് അപ്പനി പരാജയ സ്വീകാർ കർത്താ ഹെ. അവസാനം തന്റെ പരാജയം അവൻ അംഗീകരിക്കുന്നു. ഹേമക്കോ ബദായി ദേത്താ ഹെ. ഹേമിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഔർ സാത്ത് ഹി യഹ് ഉപദേശ് ദേത്താ ഹെ കി ചരണോം കാ പദ് ബന്ദ് കർ ദിയാ ഹെ. കൂടാതെ ചാരന്മാരുടെ സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. യഹ് രാജ ദൂസരോം പർ ഹുക്കൂമത്ത് ദിക്കാനെ വാലാ രാജാ ഹെ. ഈ രാജാവ് മറ്റുള്ളവർക്ക് അധികാരം കാണിക്കാൻ ശ്രമിക്കുന്ന രാജാവാണ്. യഹ് പാത്ര സെ ഹമേം പതാ ചൽത്താ ഹെ. ഈ കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഈ ഗമണ്ട് കാ അന്ത് ഹമേഷ പരാജയ് ഹോത്താ ഹെ. അഹങ്കാരികൾക്ക് അവസാനം അഹങ്കാരത്തിന്റെ അന്ത്യം എപ്പോഴും പരാജയമായിരിക്കും. അഹങ്കാരം എപ്പോഴും പരാജയത്തിലാവും അവസാനിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. രാജാവിന്റെ ചരിത്ര ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് വരുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.